ഹേയ് ഗായ്സ്, എൻ്റെയും ലല്ലുടെയും വീഡിയോ ഇട്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒരു ഓണറീലിൽ എടുത്താണ്. പിന്നെ നമ്മളിപ്പോൾ എനിക്ക് ഫസീനോട് ദേഷ്യമില്ല, ലല്ലിനോട് ദേഷ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഇവിടെ വെച്ച് കാണുമ്പോൾ മിണ്ടൊക്കെ ചെയ്യും. അവർ രണ്ടാളും ആണെങ്കിൽ എറണാകുളത്തുള്ളവരുമാണ്. അപ്പോൾ ഫസീനെ കണ്ടാലും മിണ്ടും, ലല്ലുവിനെ കണ്ടാലും മിണ്ടും. അപ്പോൾ ലല്ലുവിനെ കണ്ട് നമ്മളിങ്ങനെ ചായ കുടിച്ചു. അപ്പോൾ ഓനെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഓണത്തിൻ്റെ വീഡിയോ എടുത്താലോ എന്നുള്ളൊരു സംഭവം ഇറക്കി. ഞാൻ പറഞ്ഞു, എന്തിനാ വേണോ, വെറുതെ നീ പ്രശ്നത്തിലേക്ക് പോകണമെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞേ, ഒറ്റക്കാരെ പറയാനുള്ളൂ, ഊമ്പിക്കോ ഊഞ്ഞാലാടരുത്. മനസ്സിലായോ? നിങ്ങള് നമ്മൾ അവിടെ ഇവിടെ വെച്ച് കണ്ട് ആൾക്കാർ വീഡിയോ എടുത്തിടുന്നതിലും നല്ലതല്ലേ നമ്മളായിട്ട് തന്നെ പബ്ലിക് ചെയ്ത് വീഡിയോ ഇട്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ വെച്ച് കണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, ഇൻസ്റ്റയിൽ നമ്മൾ ഓൾറെഡി റീലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയാം, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചല്ല. പിന്നെ ഫസിനോട് എനിക്ക് ദേഷ്യമില്ല, ഫസിക്ക് എന്നോടും ഇല്ല ദേഷ്യം. പിന്നെ ലല്ലിൻ്റെ ഉള്ള വീഡിയോ കാണുമ്പോൾ അത് ആർക്കായാലും ദേഷ്യം വരും. കാരണം ഞാനും ഫസി അതുപോലെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ ഇഷ്യൂസ് ആരൊക്കെയോ പറഞ്ഞൊരു സംഭവം ഉണ്ടായില്ല. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലി ഒരു പ്രശ്നവും. പിന്നെ ഇപ്പം ആ വീഡിയോ ഇട്ടേ കൊണ്ട് അവൾക്ക് ചെറിയൊരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൾക്ക് അതൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനായിട്ടത് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അവളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കാണുമ്പോൾ. സോ ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അവൾക്കൊരു വിഷമം വരുന്ന രീതിക്ക് ഒരു സംഭവം ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞാൻ അങ്ങനത്തെ വീഡിയോ ഇടാൻ താല്പര്യപ്പെടുന്നില്ല. ലല്ലുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും ഉണ്ടാവും. എനിക്ക് അവനേലും വലുതാണ് അവളാണ് എനിക്ക് അപ്പോൾ കുറച്ചുകൂടി മുകളിൽ അവളാണ് എന്ത് വന്നാലും. സോ അവൾക്ക് വിഷമം വരുന്ന രീതിക്ക് അവളുടെ ലൈഫിൽ എന്താ നടന്നതെന്ന് എനിക്കറിയാം, എൻ്റെ ലൈഫിൽ എന്താ നടന്നതെന്ന് അവൾക്കും നല്ലോണം അറിയാം. സോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ഒരു ബോണ്ട് വെച്ചിട്ട് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യാണ്. കുറേ പേർക്ക് കണ്ടന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിത് റീച്ച് അടിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, നമ്മൾ അവിടെ ഇവിടെ വെച്ച് കാണുമ്പോൾ അതൊരു വിവാദം ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളായിട്ട് തന്നെ ഒരു സംഭവം ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ മാറിയിരുന്ന് നല്ലോണം കരഞ്ഞോളൂ മെഹനാസ്. കാരണം എന്താ അതിനെ പറയാ, പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുന്നു കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ എന്ന് കരുതിയാൽ മതി. നീ ചെയ്ത അത്രയൊന്നും സഫ നിന്നോട് ചെയ്തിട്ടില്ല എന്നുള്ളത് നീ മനസ്സിലാക്കുക. മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തൊന്നും ഇടല്ലേ ദൈവമേ. എനിക്ക് സത്യം ആവണില്ല കാണാൻ, സീരിയസ്ലി. ഇത് കണ്ടിട്ട് ഇവർ തമ്മിൽ ഒന്നുമില്ല, അവിഹിതമില്ല, കുൽസിതമില്ല എന്ന് എല്ലാവരും വിശ്വസിക്കുക. അവർ നല്ല ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. ഫ്രണ്ടുക്ക് മേലെ ലവർക്ക് കീഴെ അപ്പിടി ഇരിക്കുന്ന ഒരു ബന്ധം എന്താ, നിങ്ങൾ അങ്ങനെ കരുതിയാൽ മതി. ഒരിക്കലും ഇതൊരു അവിഹിതമോ കുൽസിതമോ ഒന്നുമല്ല. സഫയും ലല്ലുവും യാദർശികമായി ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ പോയപ്പോൾ രണ്ടുപേരും അതേ ചായക്കടയിൽ കയറിയപ്പോൾ ഓണമല്ലേ ഫോട്ടോഷൂട്ട് ചെയ്താലോ എന്നൊരു ചോദ്യം ഉണ്ടായി. അങ്ങനെയാണ് ഇപ്പൊ ഇതുവരെ എത്തി നിൽക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ ഫസ്മിനൊക്കെ വിഷമമായി. ഫസ്മിനൊക്കെ കുത്തിക്കഴപ്പിന് വല്ലവരുടെ നെഞ്ചത്ത് ജയന്റെ അടുത്തേക്ക് പോവാം, ജീന്റെ അടുത്തേക്കൊക്കെ പോവാം. പക്ഷെ ലല്ലു ആരുടെയും പുറത്തു കയറാൻ പാടില്ല. അത് തന്നെ നമ്മുടെ സഫയും ലല്ലു. നിങ്ങള് അഗൈൻ യൂണിവേഴ്സ് സ്റ്റാർട്ടഡ്. സീരിയസ്ലി എന്തൊക്കെയാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓണമായിട്ട് ആദ്യം റിയാക്ട് ചെയ്യാനെടുത്ത റീല് തന്നെ. എടേ, നിനക്കൊന്നും കണ്ടന്റ് ഇല്ലാത്തോണ്ട് പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ്. കാല് പിടിച്ചു കൊടുക്കുന്നു, തല തിരുമ്മി കൊടുക്കുന്നു. ഓണമായിട്ട് എന്തൊക്കെ കാണണം ദൈവമേ. കണ്ടന്റ് ഒന്നും പഴയ പോലെ അങ്ങോട്ട് ഏക്കുന്നില്ലായിരിക്കും, അതായിരിക്കും പരിപാടിയായിട്ട് ഇറങ്ങിയേക്കുന്നത്. കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. ദൃശ്യം മൂവിയിൽ പോലും കാണില്ല ഇത്രയും ടെസ്റ്റ്. അടുത്തത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട് രണ്ടുപേരും. റീച്ച് ഒന്നും കിട്ടുന്നില്ല, എന്നാ പിന്നെ ഒന്ന് നാറാൻ തീരുമാനിച്ചാലോ? സ്വാഭാവികം. ചാവാലി പട്ടികൾ പോലും അത് വേണ്ട. ഓണമായിട്ട് അങ്ങനെയുള്ള കമന്റ് ഒന്നും വായിക്കാൻ നമ്മൾ പാടില്ല. ഇത് മറ്റേ മസ്റ്റ് ഡേറ്റ്, അതും വേണ്ട. ഓണമായിട്ട് നമ്മൾ അങ്ങനെയുള്ള കമന്റ് ഒന്നും വായിക്കാൻ പാടില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ നാടകത്തിന് തിരിശില വീണു, ജനങ്ങളെ മണ്ടന്മാരാക്കി. ക്ലൈമാക്സ്, സീരിയസ്ലി ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ കുറെ കാലം മുമ്പ് എഴുതി കഴിഞ്ഞതാണ്. വീണ്ടും ഇങ്ങനൊരു സെറ്റപ്പ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്നാലും എന്റെ പൊട്ട പറയേണ്ട കാര്യമില്ല. ഇവറ്റകളുടെയൊക്കെ ആസനത്തിൽ ആല് കളിച്ചാൽ അതും ഒരു തണലായിട്ട് കൊണ്ടു നടക്കുന്ന ടീംസാണ്. അപ്പൊ പിന്നെ നന്നായി വരട്ടെ. ഒന്നും എല്ലാവരും റീലിട്ട് കളിക്കുകയാണ്. ഫസ്മിനയുടേതായ റീലിട്ട് ജെന്റെ ടാറ്റു ഒക്കെ കാണിച്ച് കണ്ടോ, FJന്റെ ടാറ്റു ഒക്കെ കാണിച്ച് റീലിടുന്നുണ്ട്. പക്ഷെ ലല്ലുമ്പി വേറെ ആരുടെയും കൂടെ പോയിട്ട് ഉമ്മാൻ പാടില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു കിടപ്പ് വശം. ഫസ്മിനൊക്കെ കിടക്കാം, പക്ഷെ ലല്ലുവിന് കിടക്കാൻ പാടില്ല. ലല്ലു ഈസ് ഡൂയിങ് റോങ്, ഫസ്മിന ഈ ഡൂയിങ് റൈറ്റ് എന്ന് ഫസി
വിചാരിക്കുന്നു. ഒന്നും പറയാനില്ല മോളെ. നീ കാരണം സഫ അത് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിനക്കത് കണ്ടപ്പോൾ വിഷമം വന്നു. അപ്പോൾ ഈ ടാറ്റു കാണുമ്പോഴും നീ കണ്ടവരുടെ കൂടെ കിടന്ന വീഡിയോയും ഫോട്ടോയും കാണുമ്പോഴും ലല്ലു എന്തോരം വിഷമിച്ചിരിക്കണം. ലല്ലു വാസ് എ പ്ലേ ബോയ്, നീയോ സെയിം. ഒന്നും പറയാനില്ല. രണ്ടുപേരെയും ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടാണ് ദൈവം കൊണ്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ബെസ്റ്റ് സോൾമേറ്റ് ഓഫ് ദി ഇയേഴ്സ് ബോത്ത് ഓഫ് യു.